ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരാഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. നല്ല അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ. വിക്രവും വേദയും തമ്മിലുള്ള സ്നേഹം ഇരട്ടിയാവാണ്. രണ്ടുപേരും പരസ്പരം കിനാവ് കണ്ട് കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന സീനുകളൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ സുധാകര മാഷിനെയും കമലയും വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ വിക്രം ഓട്ടോറിക്ഷയിൽ. അതിനുശേഷം സുധാകരൻ മാഷ് ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട് വിക്രത്തിനെ. അപ്പോൾ വേദ പറയുന്നുണ്ട്, മാഷേ അങ്ങനെയൊന്നും വഴക്ക് പറയരുത്, പഴയ അധ്യാപകനാണ് അങ്ങ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അധ്യാപകർ അങ്ങനെയല്ല, എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ ആയത് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അറിയും, എന്നിട്ട് അതിന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ മാഷിന് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. മാഷ് വേദിയോട് പറയാണ്, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട, ഇവൻ ഒരു താലി കെട്ടി നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുവന്നു, അത് സത്യം തന്നെയാണ്, പക്ഷേ എന്നെ ഭരിക്കാറൊന്നും ആയിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ വേദ ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പം വിക്രം പറയാണ്, ഏതായാലും നീ കുറച്ച് ഓവറായി പോയി, പക്ഷേ ഇപ്പോൾ മാഷിനത് വേണ്ടത് തന്നെയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, മാഷിനോട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇയാളോടും കൂടിയാ, നിങ്ങളും ചെയ്തതേ വളരെ മോശമായി പോയി എന്ന് പറയാണ്. കൊതുകിനെയില്ലേ എത്ര തല്ലിയാലും ചാകില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. അത് ഉണ്ടാകാതിരിക്കാൻ നോക്കണം, അതിന് കൊതുകുണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയണം എന്ന് പറയാണ്. ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം, അതാണ് പ്രോഗ്രസീവ് പാർട്ടി. പ്രോഗ്രസീവ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ മാറണം, പ്രോഗ്രസീവ് പാർട്ടിയാണ് നിങ്ങളെപ്പോലെയുള്ള കൊതുകുകളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിക്രത്തിനങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെപ്പോലെയുള്ള പുഴുക്കുത്തുകളൊക്കെയാണ് ആ പാർട്ടിയിലുള്ളത്, അതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങൾ നന്നാവാൻ പോകുന്നുള്ളൂ എന്നൊക്കെ വിക്രത്തിനോട് പറയാണ്. അങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ വയ്ക്കുന്ന വിക്രത്തിനോട് വേദ പറയാണ്, ഒരു കാര്യം പറയട്ടെ, രാവിലെ അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയിട്ടുണ്ട്, അവരെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പല്ല് തേക്കുകയോ കുളിക്കുകയോ പോലും ചെയ്യാതെയാണ് നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയത്. ഏതായാലും അതിൻ്റെ ഒരു മണമുണ്ട്, അതുകൊണ്ട് തന്നെ അകത്ത് പോയി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ പോവും, ഏതായാലും ഗുണ്ടാപ്പണിക്ക് പോവുകയാണെങ്കിലും കുറച്ച് മെനിക്കും വൃത്തിക്കും ഒക്കെ പോവും എന്ന് പറയാണ്. എന്നിട്ട് വേദ അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ നിന്നിട്ട് മണത്തൊക്കെ നോക്കുമ്പോൾ അകപ്പാടെ ഒരു കുളിച്ചിട്ടൊക്കെ ഇല്ലാത്ത കാരണം ബോറാണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് വിക്രം അകത്തേക്ക് കയറി പോവാണ്. പോയി കുളിച്ചൊരുങ്ങി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വേദ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മാഷിൻ്റെ ബർത്ത്ഡേ അല്ലേ, അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അതേസമയം മാഷിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വേദ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവച്ചിട്ട് മാഷിനെയും കമലമ്മയും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് സന്തോഷമാകുന്നുണ്ട്, അവർ വരുന്നുമുണ്ട്. അതേസമയം മാഷ് പറയാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇവളെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അതുമാത്രമല്ല എന്നോട് തർക്കുത്തരം പറയുന്നു ഇവളെ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടാന്ന് പറയാണ്. കാരണം എൻ്റെ മക്കളൊന്നും ഇതുവരെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവളുടെ വീട്ടിൽ ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ ഏതായാലും ഇവിടെ വേണ്ടതൊക്കെ പറയാണ്. അങ്ങനെ സുധാകര മാഷ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമലമ്മയ്ക്ക് ഒരുപാട് വിഷമാവാണ്. അപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് കമലമ്മ വേദിയോട് കരയുന്നുണ്ട് കേട്ടോ. വിക്രത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് കരയാണ്. വിക്രം ഇങ്ങനെയൊക്കെ ആയിപ്പോയി മോളെ, അതിൻ്റെ ദേഷ്യമാണ് മാഷിന്, അല്ലാതെ ഉള്ളിലൊന്നും വെച്ചോണ്ടല്ല ഇങ്ങനെ പറയുന്നത്. വിക്രം ഇങ്ങനെ ആയിപ്പോയതിൻ്റെ വിഷമം കൊണ്ടാണ് മാഷ് പറയുന്നത്, മോക്കൊന്നും തോന്നരുതെന്നൊക്കെ പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലമ്മേ, വിക്രത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം, മാഷ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയാമെന്ന് പറയണം. വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് നമ്മളൊന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞും ഒഴിവാക്കിയിട്ടും ഒന്നും കാര്യമില്ല, സ്നേഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിക്രത്തിനെ മാറ്റിയെടുക്കാമെന്ന് പറയുകയാണ്. അതിനൊക്കെ ശേഷം വേദ പറയുന്നുണ്ട് കമലയോട്, എങ്ങനെയായാലും നമ്മൾ വിക്രത്തിനെ മാറ്റിയെടുക്കുമെന്ന്. വിക്രമാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രീനിവാസ സാർ വിളിക്കുകയാണ് വിക്രത്തിനെ. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്താ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, വിക്രം നിൻ്റെ അമ്മയും അച്ഛനെയും ആക്രമിച്ചതും ഈ പണിയൊക്കെ ഒപ്പിച്ചതും ആ അഭിലാഷും അവൻ്റെ ഗുണ്ടകളും കൂടെ കൂടിയിട്ടാണ്. അവനിന്ന് ഞങ്ങളുടെ കൈയുടെ അറ്റം വരെ എത്തിയതാണ്, അവിടുന്ന് അവൻ വിട്ടുപോവാണ് ചെയ്തത്, അവനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത്, ഞങ്ങൾ കേട്ടതാണെന്ന് പറയാണ്. അത് കേൾക്കേണ്ട താമസം അഭിലാഷിനെ തേടിയിട്ട് പോവുകയാണ് വിക്രം. അങ്ങനെ ചെല്ലുമ്പോൾ അഭിലാഷ് ഒരു ബാറിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അഭിലാഷും കൂട്ടുകാരും കൂടി. അപ്പോൾ വിക്രം അവിടെ ചെന്നിട്ട് എടാ അഭിലാഷെ എന്നൊക്കെ വിളിച്ചിട്ട് നല്ല അടിപൊളി ഇടിയൊക്കെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അടിച്ച് അഭിലാഷിനെ അവശനാക്കി അഭിലാഷ് അവിടെ വീഴുകയാണ്. വീഴുമ്പോൾ വിക്രം ഒരു തീപ്പെട്ടിക്കൊള്ളി ഓരിച്ചിങ്ങനെ ഇടാനായിട്ട് പോകുന്നുണ്ട്, കാരണം മൊത്തം മദ്യത്തിൻ്റെ പുറത്തോട്ടാണ്
കുപ്പിയെല്ലാം പൊട്ടി കിടക്കുകയാണ്, അങ്ങോട്ടാണ് വീഴുന്നത്. അപ്പോൾ കത്തിക്കാൻ പോവാണ് അഭിലാഷിനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് എന്നോട് ഇത്ര ശത്രുത വരാൻ എന്താ കാര്യം? ഇത് നിന്നെക്കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. അന്ന് അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചിട്ടും അതെൻ്റെ തലയിൽ വയ്ക്കാൻ നോക്കി, ഇപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലാൻ നോക്കി. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? SI സാബു ആണോ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അഭിലാഷ് പറയാണ്, അത് വിക്രം, ഞാനുള്ള സത്യം പറയാമെന്ന് പറയാണ്. SI സാബുവിൻ്റെ പേരൊക്കെ അങ്ങോട്ട് മറച്ചു വെക്കുകയാണ് അഭിലാഷ്. അത് കഴിഞ്ഞ് വിക്രത്തിനോട് പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, നിൻ്റെ ഭാര്യ വേദയുടെ ആങ്ങള ശ്രീകാന്താണ് ഇതെല്ലാം പറഞ്ഞത്. ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അമ്പലത്തിലെ ആ ഭണ്ഡാരം മോഷ്ടിച്ച് നിന്നെ കൊടുക്കാൻ ശ്രമിച്ചത്. എങ്ങനെയെങ്കിലും നിന്നെ കുടുക്കി അകത്താക്കണമെന്ന് ശ്രീകാന്ത് തന്നെയാണ് പറഞ്ഞത്. അതിനായിട്ട് കുറച്ച് പണവും എനിക്ക് തന്നു എന്ന് പറയണം. അതുപോലെ നിൻ്റെ അമ്മയും അച്ഛനെ ആക്രമിക്കാൻ തീരുമാനിച്ചതും അവർ പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറയാണ് കേട്ടോ വിക്രത്തിനോട്. അതുകൂടി കേൾക്കുമ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യമാവുകയാണ്. ശ്രീകാന്തിനോടുള്ള ദേഷ്യം ഇരട്ടിയായിട്ട് വിക്രം ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഹലോ അളിയ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആകെപ്പാടെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ശങ്കരനാരായണൻ്റെ കയ്യിൽ നിന്ന് തന്നെ നല്ല അടി വാങ്ങിച്ചിട്ട് നിൽക്കുകയാണല്ലോ ശ്രീകാന്ത്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, താനായിരുന്നല്ലേ ഈ പണി ഒപ്പിച്ചത്? എന്തിനാണ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഭണ്ഡാരം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പണിയുണ്ടാക്കി? ഇപ്പം കളിച്ച് എൻ്റെ വീട്ടിൽ കയറി കളിക്കുകയാണല്ലേ? എൻ്റെ അമ്മയും അച്ഛനെയും വഴിയിലിട്ട് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വരെ കൊടുത്തു അല്ലേ നീ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തിനെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വിക്രം എന്നെ തെറ്റിദ്ധരിച്ചു, നമ്മൾ തമ്മിൽ ശത്രുതയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെനിക്ക് നിന്നോട് മാത്രമാണ് ശത്രുതയുള്ളത്, അല്ലാതെ നിൻ്റെ വീട്ടുകാരോടോ നിൻ്റെ അമ്മയോടോ അച്ഛനോടോ ഇല്ല. അവരെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അന്ന് ഭണ്ഡാരം മോഷ്ടിച്ച കള്ളക്കഥ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ നിൻ്റെ അച്ഛനെ അമ്മയെ ഉപദ്രവിച്ചത് ഞാനല്ല, അത് വേറെ ആരുടെയോ പ്ലാനാണ് എന്ന് പറയണം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു, പക്ഷേ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ പെങ്ങളായിരിക്കും എന്ന് പറയാണ്. കാരണം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നുണയുണ്ടെങ്കിൽ അത് വേദയായിരിക്കും അനുഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതേസമയം വിക്രം ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തുന്നത്. കമല വേദയോട് പറയുന്നുണ്ട് കേട്ടോ, വിക്രത്തിനെ എങ്ങനെയും നേർവഴിക്ക് കൊണ്ടുവരണം, അത് മോള് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുക. അപ്പോൾ വേദയും പറയാണ്, ശരിയാ, ഞാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. വിക്രവുമായിട്ട് ശകലം ഉടക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ലേറ്റായി വരികയൊക്കെ ചെയ്യുന്ന വിക്രത്തിന് വെച്ച് വിളമ്പി കാത്തിരുന്ന് കൊടുക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രം ലേറ്റായിട്ട് വരുമ്പോഴേക്കും വേദയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചോറ് വിളമ്പിട്ട് ഈ ചമ്മന്തി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ? അപ്പോൾ വേദ പറയാണ്, കടായി ചിക്കനും ചിക്കൻ ലോലിപ്പോപ്പും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനങ്ങ് വെട്ടി വിഴുങ്ങി, ഇനിയിപ്പോൾ ഈ ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എടി കൂടുതൽ ഓവർ സ്മാർട്ടൊന്നും ആണ്ട, ഇന്ന് കറിയൊന്നും ഇല്ലായിരുന്നോ എന്നേ ചോദിച്ചോളൂ എന്ന് പറയാണ്. ഒന്നുമില്ലായിരുന്നു, വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാമായിരുന്നല്ലോ എന്ന് പറയാം. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം തീർന്നു പോയി എന്ന് പറയാം. വേണമെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തരാം, അത് വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ചെയ്തോ എന്ന് പറയാണ്. ഇതൊക്കെ റൂമിൽ കിടക്കുന്ന കമല കേൾക്കുന്നുണ്ട്. കമലയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ, വിക്രവും വേദയും കൂടെയുള്ള അടിയൊക്കെ കേൾക്കുമ്പം. അടിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ വിക്രം കിടക്കുമ്പം വിക്രത്തിൻ്റെ മനസ്സിൽ വേദയോടൊരു സ്നേഹമൊക്കെ തോന്നുകയാണ്. വേദയാണെങ്കിലും വിക്രത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് കിടക്കുന്നത്. രണ്ടുപേരും നല്ല തല്ലൊക്കെ പിടിച്ചെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴും വേദയുടെ കരുതലും എല്ലാം ഓർത്തിട്ട് വിക്രം വേദയെ ഇങ്ങനെ ഓർത്ത് സ്വയം ചിരിച്ചൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. വേദയാണെങ്കിലും വിക്രത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം കമല പറയാണ് കേട്ടോ വേദയോട്, മോളെ, ഇന്നലെ നിങ്ങൾ തമ്മിലുള്ള സംസാരവും വഴക്കൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് പുറത്തുകൊണ്ട് മാത്രം അവനെ നേരെയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ സമയം കിട്ടുമ്പോൾ ഒന്ന് പുറത്തു പോകും. മോൾ അവനെയും കൂട്ടി ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒറ്റയ്ക്കിരുന്നൊക്കെ സംസാരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമൊക്കെ ആവും എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, പിന്നെ വിക്രം ഇപ്പം എൻ്റെ കൂടെ ബീച്ചിൽ വരാൻ പോവാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം നല്ല ചീത്ത പറയും, അല്ലാതെ എന്താവാനാ? അപ്പം ഉടനെ തന്നെ കമല പറയാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം, രാവിലെ മോള് ഒരുങ്ങിയൊക്കെ നിൽക്ക്, അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാമെന്ന് പറയാണ്. അങ്ങനെ വേദ രാവിലെ അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ വിക്രമായിട്ട് ബീച്ചിൽ പോകാനായിട്ട്. അപ്പോൾ വിക്രം വരുമ്പോൾ പറയുന്നുണ്ട്, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് ബീച്ചിലൊന്ന് പോകാം, ഒരുപാട് നാളായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ വിക്രം പറയാണ്, പിന്നെ നിന്നെയും കൊണ്ട് ഞാൻ ബീച്ചിലേക്ക് പോവല്ലേ? അപ്പോൾ കമല പറയാം, മോനെ, അവൾ എത്ര നാളായി ഇവിടെ വന്ന് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ അവളെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോ, അവൾക്കും ആഗ്രഹം കാണില്ലേ? ഈ അമ്മയുടെ ഒരു അപേക്ഷയെ നീ അവളെയും കൊണ്ട് ആ ബീച്ചിലൊക്കെ ഒന്ന് പോ, അവൾക്കും ഒരാഗ്രഹം കാണില്ലേ എന്ന് പറയാണ്. അങ്ങനെ കമല പറഞ്ഞ് അപേക്ഷിക്കുമ്പോഴേക്കും വിക്രം പറയാണ്, ശരി വാ നമുക്ക് പോകാം, കുറച്ച് സമയം ഞാൻ അവിടെ നിൽക്കുള്ളൂ എന്ന് പറയാണ്.
അങ്ങനെ വേദയായിട്ട് വിക്രം ബീച്ചിലൊക്കെ പോവാണ്. രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് കുറച്ച് സമയം സംസാരിക്കുന്നൊക്കെയുണ്ട്. വേദയാണെങ്കിൽ അവിടെ വെച്ച് കുട്ടികളെ പോലെ ബലൂൺ വാങ്ങിക്കുകയും ബബിൾസ് വിടുകയും സാധനം വാങ്ങിച്ച് ഊതി വിടുകയൊക്കെ ചെയ്യാണ്. വിക്രം ആണെങ്കിലും വേദയോടൊപ്പം ചേർന്ന് ഓടിക്കളിക്കുകയും വേദയിട്ട് ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേദയ്ക്ക് വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഒരു തലകറക്കം പോലെ തോന്നുകയാണ് കേട്ടോ. അത് അഭിനയം കൂടിയാണ് കുറച്ച്. അത് കാണുമ്പം വിക്രം അങ്ങ് ഓടി വരുന്നുണ്ട് കേട്ടോ. വിക്രത്തിൻ്റെ മനസ്സങ്ങ് ചഞ്ചലമാകാണ് വേദ വീഴുന്ന കാണുമ്പം. പിന്നെ ഒരു നിമിഷം വൈകാതെ വേദയെ വന്ന് വിക്രം കോരി എടുക്കുന്നുണ്ട് കൈകളിൽ. അതേസമയം വേദയ്ക്ക് ബോധമൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ആ മണലിൽ കൂടി ആ ചൂടത്ത് വേദയെ എടുത്തുകൊണ്ട് വിക്രം നടക്കുകയാണ് കേട്ടോ. വേദ അത് നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വിക്രത്തിൻ്റെ ഉള്ളിൽ വേദയ്ക്കോട് നല്ല സ്നേഹമുണ്ടെന്ന് അവിടെ കാണുന്നുണ്ട്. വേദയ്ക്ക് അത് മനസ്സിലാകുകയും ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്